ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് TDS-നെ കുറിച്ചിട്ടാണ്. അതായത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അതായത് TDS എന്താണ്? ഒരു ഇൻകം ടാക്സ് ആണ്. ടാക്സ് എന്താണ്? സോഴ്സിൽ തന്നെ ഡിഡക്ട് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാറ്റഗറി പറയുന്നത് റെന്റിന്റെ കാറ്റഗറിയാണ് പറയാൻ പോണത്. TDS ഓൺ റെന്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ TDS എന്താ വെച്ചാൽ ഒരുപാട് കാറ്റഗറീസിലാണ് വരിക. അതായത് റെന്റ് ഉണ്ട്, അതേപോലെ തന്നെ കമ്മീഷൻ ഉണ്ട്, സാലറി ഉണ്ട്, അഡ്വർടൈസ്മെന്റ് ഉണ്ട്, ബ്രോക്കറേജ് കമ്മീഷൻ, ഇങ്ങനെയുള്ള പല പല സെക്ഷനിലാണ് TDS നമ്മൾ പിടിക്കുക. അപ്പോൾ TDS-ൽ ഒരു ഇത് വരികയാണെങ്കിൽ TDS-ന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോട്ടറിയാണ്. അതായത് ഇപ്പൊ നമുക്ക് 1 കോടി ലോട്ടറി അടിച്ചു എന്ന് വിചാരിക്കുക. ആ 1 കോടി ഫുള്ളായിട്ട് ഒരിക്കലും നമുക്ക് കിട്ടില്ല. ഗവൺമെന്റ് എന്താ ചെയ്യുക? അതിനുള്ള ടാക്സ് പിടിച്ചിട്ട്, അതായത് ഇപ്പൊ 30% അതിന്റെ ടാക്സ് പിടിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആണ് നമുക്ക് തരുള്ളൂ. അപ്പൊ അതാണ് ഏറ്റവും TDS മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ അതിന് മുകളിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഗവൺമെന്റ് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതിന്റെ മുകളിൽ ടാക്സ് അടച്ചതിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മളുടെ അതർ ഇൻകം ഉണ്ടാവുമല്ലോ, അത് നമ്മൾ അടയ്ക്കുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്താൽ മതി. അപ്പൊ അതാണ്. അപ്പൊ ഓരോന്നിനും ഓരോ സെക്ഷൻ ആണ് ഉണ്ടായിരിക്കുക. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമളനാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിംഗ് മലയാളം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് TDS ഓൺ റെന്റിനെ കുറിച്ചിട്ടാണ്. അപ്പോ റെന്റ്, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ജേണൽ എൻട്രി ചെയ്യുക, TDS എങ്ങനെയാണ് പിടിക്കുക, എങ്ങനെയാണ് ഗവൺമെന്റിലേക്ക് TDS അടയ്ക്കുക, പാർട്ടിക്ക് എങ്ങനെയാണ് പേയ്മെന്റ് കൊടുക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ, എന്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമന്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്കൊന്ന് ഇമെയിൽ ചെയ്താൽ മതി. അപ്പോൾ എന്റെ ഇമെയിൽ ID എന്ന് പറയുന്നത് syamastallyclass@gmail.com ആണ്. അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്റെ എല്ലാ വീഡിയോസിലും ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മെയിൽ ID കാണാൻ പറ്റും. ഇനിയിപ്പോ നെക്സ്റ്റ് ബാച്ച് തുടങ്ങുന്നത് December 1st വീക്കിലായിരിക്കും തുടങ്ങുന്നത്. ഇപ്പൊ ഒരു ക്ലാസ് ഓൺ ഗോയിങ് ആണ്. October 28 തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരു മാസമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയിൽ TDS ആക്ടിവേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ നമുക്ക് Alt K പ്രസ് ചെയ്യാം. അതിൽ F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമ്മൾ F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. F11 ഫീച്ചർ സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കും, എനേബിൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് TDS മറ്റൊരു ഓപ്ഷൻ കാണിക്കും. ഈ ഒരു ഓപ്ഷനാണ് യെസ് കൊടുക്കേണ്ടത്. ഈ ഒരു ഓപ്ഷനാണ് യെസ് കൊടുക്കേണ്ടത്. നമുക്ക് ജസ്റ്റ് നമുക്ക് എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊടുക്കണം ടാൻ രജിസ്ട്രേഷൻ നമ്പർ. അപ്പൊ നമുക്ക് TDS-ന്റെ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ നമുക്ക് ടാൻ നമ്പർ ഉണ്ടായിരിക്കും. അപ്പൊ ആ ടാൻ നമ്പർ ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ, അപ്പൊ ആ സെയിം നമ്പർ തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഡിഡക്റ്റഡ് ടൈപ്പ് കുറയ്ക്കുന്ന ആള് ഏത് കാറ്റഗറിയിലാണ്? കമ്പനിയാണോ, ഇൻഡിവിജ്വൽ HUF ആണോ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണോ? അപ്പൊ കമ്പനി ആണെങ്കിൽ കമ്പനിയിലേക്ക് കൊടുക്കാം, ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വലിലേക്ക് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യണം. ഡിഡക്റ്റഡ് ബ്രാഞ്ച് ഓർ ഡിവിഷൻ, ഇപ്പോൾ ഡിഡക്റ്റഡ് ബ്രാഞ്ച് ഡിവിഷൻ ഒക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് കൊടുക്കാം. സെറ്റ് ഓൾട്ടർ ഡീറ്റെയിൽസ് ഓഫ് പേഴ്സൺ റെസ്പോൺസിബിൾ, ഇവിടെ നമുക്ക് യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ TDS-ന്റെ കാര്യങ്ങൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളുണ്ടായിരിക്കും. അതായത് ഇപ്പൊ നമുക്ക് TDS-ന്റെ കാര്യത്തിൽ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആളെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു നോമിനി, നമ്മളൊരു നോമിനിയെ വെക്കുമല്ലോ, അതേപോലെ ഒരാളെ കമ്പനി റെക്കമെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആളുടെ നെയിമാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ സൺ ഓഫ്, ഡോട്ടർ ഓഫ്, ഡെസിഗ്നേഷൻ എന്താണ് അയാളുടെ, അതേപോലെ തന്നെ ആളുടെ പാൻ നമ്പർ, ഫ്ലാറ്റ് നമ്പർ, നെയിം ഓഫ് പ്രെമിസസ്, ബിൽഡിംഗ്, റോഡ്, സ്ട്രീറ്റ് ലൈൻ, ആളുടെ കംപ്ലീറ്റ് ലൈന്, അതായത് ആളുടെ കംപ്ലീറ്റ് അഡ്രസ്സ്, ആൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ആളുടെ മൊബൈൽ നമ്പർ, STD കോഡ്, ടെലിഫോൺ നമ്പർ, ഇമെയിൽ ID, എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മൾ എൻ്റർ അടിച്ചാൽ ഇവിടെ വരും. ഇവിടെ നമുക്ക് പറയുന്നത് ഇഗ്നോർ IT എക്സംഷൻ ലിമിറ്റ് ഫോർ TDS ഡിഡക്ഷൻ എന്നാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ നോ തന്നെയാണ് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ ഇവിടെ നമുക്ക് യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു എമൗണ്ട് അടിച്ചു കഴിഞ്ഞാലും എക്സംഷന് മുമ്പ് തന്നെ എന്താണ് TDS പിടിക്കും. അപ്പൊ നമുക്ക് എക്സംഷൻ കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് TDS പിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ നോ കൊടുത്തു. ഇവിടെ നമുക്ക് ആക്ടിവേറ്റ് TDS ഫോർ സ്റ്റോക്ക് ഐറ്റം, സ്റ്റോക്ക് ഐറ്റത്തിന് മുകളിൽ TDS വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ യെസ് കൊടുക്കാം. ഞാനിവിടെ നോ തന്നെയാണ് കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു വിൻഡോ Ctrl A അടിച്ച് സേവ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ
TDS ആക്ടിവേറ്റ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് ലെഡ്ജറുകളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു, ലെഡ്ജർ എടുത്തു. ഇവിടെ നമുക്ക് ലെഡ്ജറിന്റെ പേര് കൊടുക്കാം. റെന്റ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്നൊരു ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. റെന്റ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. അണ്ടർ എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇതെന്താണ്? ഒരു ചെലവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെയും നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, ഇവിടെയും എൻ്റർ അടിച്ചു, എൻ്റർ. നമ്മളിവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും. സെറ്റ് ഓൾട്ടർ അതർ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. ഇവിടെ ജസ്റ്റ് എസ് കൊടുക്കണം. ഇവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കും ഈസ് TDS അപ്ലിക്കബിൾ. ഇപ്പൊ ഇവിടെ അൺഡിഫൈൻഡ് ആയിട്ടാണ് കിടക്കേണ്ടത്. നമുക്കിവിടെ എന്ത് ചെയ്യണം? TDS അപ്ലിക്കബിൾ ആയിട്ട് കാണിക്കണം. എന്നാലേ TDS ഓട്ടോമാറ്റിക് ആയിട്ട് വരുള്ളൂ. അപ്പൊ TDSന്റെ എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വരികയാണ് ചെയ്യാൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം സെറ്റിംഗ് ചെയ്താൽ TDS ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പൊ അതിനുവേണ്ടി ജസ്റ്റ് ഇവിടെ ഒന്ന് സ്പേസ് ബാർ അടിക്കുക. ഇവിടെ എന്ത് കാണിക്കണം? അപ്ലിക്കബിളിലേക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് എൻ്റർ അടിക്കാം. ഇവിടെ നമ്മൾ അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് കാണിക്കും നാച്ചർ ഓഫ് പേയ്മെന്റ് എന്നതായിരിക്കും നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കും നാച്ചർ ഓഫ് പേയ്മെന്റ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് വരുമായിരുന്നു. നമുക്ക് എനി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് സെലക്ട് ചെയ്തിട്ട് കാണിക്കാം. അതിലേക്ക് സെലക്ട് ചെയ്തിട്ട് വരും. അപ്പൊ നമുക്ക് എന്താണ്? ഇപ്പൊ നമുക്ക് ഓൾറെഡി ഇവിടെ ഒന്നുമില്ല. നമുക്ക് പുതിയൊരു നാച്ചർ ഓഫ് പേയ്മെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ക്രിയേറ്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് എടുത്തു. അപ്പൊ നമ്മൾ ഈ ഒരു വിൻഡോയിലേക്കാണ് വരിക. ഇവിടെയാണ് നമ്മൾ TDS നാച്ചർ ഓഫ് പേയ്മെന്റ് ക്രിയേഷൻ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നിനും നമുക്ക് എന്താണ് ഇവിടെ കൊടുക്കേണ്ടത്? നമ്മൾ റെന്റിനാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് കൊടുക്കാം റെന്റ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്നുള്ള ഹെഡ് നമുക്ക് ഇവിടെ കൊടുക്കാം. റെന്റ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് അടിച്ചു, എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നിന്റെ സെക്ഷൻ ആണ്. കമ്മീഷൻ ഉണ്ട്, അഡ്വർടൈസ്മെന്റ് ഉണ്ട്, ലോട്ടറി ഉണ്ട്, റെന്റ് ഉണ്ട്, അഡ്വർടൈസ്മെന്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോരോ സെക്ഷനാണുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ഇവിടെ കാണും. നമുക്ക് ഹെൽപ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, Alt H. അപ്പൊ നമുക്ക് ഇവിടെ ഹെൽപ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സെക്ഷൻസും ഇവിടെ കാണിക്കും. അപ്പൊ ഇത് വരണം എന്നുണ്ടെങ്കിൽ ഒരു നിബന്ധനയുണ്ട്, നമ്മുടെ ടാലി ലൈസൻസ്ഡ് വേർഷൻ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ വരുള്ളൂ. എഡ്യൂക്കേഷൻ മോഡിൽ ഈ ഒരു ഓപ്ഷൻ ആക്ടിവേറ്റ് ആവില്ല. അപ്പോൾ എൻ്റെ ഇപ്പൊ അത് വരില്ല, കാരണം എൻ്റെത് എഡ്യൂക്കേഷൻ മോഡാണ്. അപ്പോൾ നമുക്ക് ഒറിജിനൽ സാലറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാത്തിൻ്റെയും സെക്ഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് കാണിക്കും. ഇപ്പൊ ഇവിടെ നമ്മുടെ മാനുവലി നമ്മളിവിടെ സെക്ഷൻ കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ലാൻഡ്, അപ്പോൾ ഇവിടെ നമുക്ക് റെന്റിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് 194I ആണ് റെന്റിന്റെ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ 194I കൊടുത്തു. ഇവിടെ നമുക്ക് പേയ്മെന്റ് കോഡ്, അപ്പൊ നമുക്ക് ഓരോന്നിനും ഓരോ പേയ്മെന്റ് കോഡ് ഉണ്ട്. നമുക്ക് അവിടെ തന്നെ കാണിക്കും. അപ്പൊ ഞാനിവിടെ പേയ്മെന്റ് കോഡ് കൊടുത്തു. റെമിറ്റൻസ് കോഡ് നമുക്ക് ഇവിടെ കൊടുക്കാം. അതേപോലെ റെന്റ് ഫോർ ഇൻഡിവിജ്വൽ ഓർ HF. അപ്പൊ നമുക്ക് ഈ റെന്റിന്റെ നമ്മൾക്ക് TDS എന്ന് പറയുന്നത് പാൻ ഉണ്ടെങ്കിലും പാൻ ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് വേറെ റേറ്റ് ആണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ചോദിക്കും, നമുക്ക് റേറ്റ് കൊടുക്കാം. അപ്പൊ വിത്ത് പാനും വിത്തൗട്ട് പാനും ഉണ്ട്. അപ്പൊ നമുക്ക് വിത്തൗട്ട് പാൻ ആണെന്ന് വിചാരിക്കാം. നമുക്ക് വിത്ത് പാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് വരുന്നത് 10% ആണ് വരുന്നത്. അപ്പൊ നമുക്ക് 10% കൊടുത്തു. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടില്ല വിചാരിക്കുക, ജസ്റ്റ് ഒന്ന് F12 അടിച്ചാൽ മതി. F12 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും, അണ്ടർ ടാക്സ് റേറ്റ് വിത്തൗട്ട് പാൻ. അപ്പൊ ഈ ഒരു ഓപ്ഷൻ S കൊടുക്കാം. ഇവിടെ നമുക്ക് കൊടുത്തു. നമുക്ക് രണ്ട് സ്ഥലത്ത് നമ്മളിവിടെ കൊടുത്തു. അതേപോലെ ഇവിടെ നമുക്ക് ചോദിക്കും ഷോർട്ട് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ റെന്റിന്റെ എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 50,000 ആണ്. നമ്മളിവിടെ 50,000 കാണിച്ചു. ഇത് 50,000 വരെ ആണ്. നമുക്ക് 50,000 കഴിഞ്ഞാലാണ് TDS പിടിച്ചു തുടങ്ങാം. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു വിൻഡോ എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇപ്പൊ ഒരു ലെഡ്ജർ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മള് ലാൻഡ് ലോഡിന്റെ പേരാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പൊ ABC ആണെന്ന് വിചാരിക്കുക, ABC കൊടുത്തു. ഇപ്പൊ നമുക്ക് ABC ആണെന്ന് വിചാരിക്കുക, ABC കൊടുത്തു. അണ്ടർ എന്താണ്? സൺട്രി ക്രെഡിറ്റർ ആണ്, കൊടുക്കാനുള്ള പാർട്ടിയാണല്ലോ, അതുകൊണ്ട് സൺട്രി ക്രെഡിറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ. ഈ ഒരു ഓപ്ഷൻ നമ്മൾ എല്ലായ്പ്പോഴും S കൊടുക്കണം. അത് നമ്മൾ S കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ചോദിക്കും ഈസ് TDS ഡിഡക്റ്റബിൾ. അപ്പൊ ഇവിടെ S കൊടുക്കണം. ഇവിടെ S കൊടുത്താൽ നോക്കും, എവിടെ S കൊടുത്താൽ നമുക്ക് അവിടെ ചോദിക്കും ഡിഡക്റ്റീവ് ടൈപ്പ് ആരാണ്. മുമ്പ് നമ്മൾ
മുമ്പ് നമ്മൾ ഡിഡക്ടറിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഡിഡക്റ്റീവ് ടൈപ്പ് ഏത് സെക്ഷനിലേക്കാണ് വരേണ്ടത്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇവിടെ സ്പേസ് ബാർ അടിക്കാം. സ്പേസ് ബാർ അടിച്ചാൽ നമുക്ക് ഇവിടെ കുറെ കാറ്റഗറികൾ ഇവിടെ വരും. നമുക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. കമ്പനി നോൺ റെസിഡന്റ് ആണോ റെസിഡന്റ് ആണോ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാം. അപ്പൊ ഞാനിവിടെ കമ്പനി റെസിഡന്റിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. കമ്പനി റെസിഡന്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ചോദിക്കും ഡിഡക്ട് TDS ഇൻ സെയിം വൗച്ചർ. നമുക്ക് സെയിം വൗച്ചറിൽ തന്നെ TDS ഡിഡക്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ TDSന്റെ എൻട്രി നമ്മളെ വേറെ പിടിക്കുന്ന എൻട്രി വേറെ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മുടെ സെയിം വൗച്ചറിൽ തന്നെ നമ്മൾ കൊടുക്കണം. അപ്പൊ ഇവിടെ യെസ് കൊടുത്തു. എൻട്രി അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണിക്കും ഡിഡക്ട് TDS ഇൻ സെയിം വൗച്ചർ. നാച്ചർ ഓഫ് പേയ്മെന്റ് എന്നിട്ട് ഇവിടെ കാണിക്കും. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു പേയ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, നാച്ചർ ഓഫ് പേയ്മെന്റ്, റെന്റ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഇതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുത്താലാണ് TDS ഓട്ടോമാറ്റിക് ആയിട്ട് വരുള്ളൂ. ഇവിടെ നമ്മൾ ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ജസ്റ്റ് ഇനി നമുക്ക് വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കൊടുക്കാം. ഇപ്പൊ ഞാൻ ഒന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ചോദിക്കും യൂസ് അഡ്വാൻസ്ഡ് TDS എൻട്രീസ്. ഇവിടെ എസ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചോദിക്കും ഇഗ്നോർ സർചാർജ് എക്സംഷൻ ലിമിറ്റ്. അപ്പൊ നമുക്ക് സർചാർജ് എക്സംഷൻ ലിമിറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കാം. അപ്പൊ നമുക്ക് അവിടെ നമ്മൾ നോ തന്നെയാണ് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ ഈ സർചാർജ് എക്സംഷൻ ലിമിറ്റിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് നോ കൊടുത്തു. നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ഈ ഒരു വിൻഡോ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഇത് എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്തു. നമ്മുടെ പാർട്ടിയുടെ ലെഡ്ജറും ചെയ്തു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പറയുന്നത് TDSന്റെ ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. TDS ഓൺ റെന്റ്. ഇതിനകത്ത് എന്താണ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. ടാക്സ് ആണ് ഇത്. അതുകൊണ്ട് ഇവിടെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ TDS എന്നുള്ളതിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് നാച്ചർ ഓഫ് പേയ്മെന്റ് ചോദിക്കും. ഇവിടെ നമ്മൾ ഓൾറെഡി നാച്ചർ ഓഫ് പേയ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. റെന്റ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. നമ്മുടെ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എൻട്രീസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് എസ്കേപ്പ് ചെയ്തു. വൗച്ചറിലേക്ക് പോകാം. വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഫസ്റ്റിലെ എൻട്രി നമ്മൾ ജേണലാണ് ചെയ്യേണ്ടത്. നമുക്ക് ജേണൽ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ജേണൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം റെന്റ് എന്താണ് കൊടുക്കുന്ന എൻട്രിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് റെന്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് റെന്റ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അടിച്ചു. ഒരു 60,000 ആണ് റെന്റ് കാണിക്കുന്നത്. അപ്പൊ 60,000 റെന്റ് കാണിച്ചു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ക്രെഡിറ്റ് എന്നോർത്ത് എന്താ കാണിക്കേണ്ടത്, ആരൊക്കെയാണ് കൊടുക്കുന്നത്, പാർട്ടി അടിച്ചു, ABC അടിച്ചു. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഇപ്പൊ 48,000 ആണ് വന്നിരിക്കുന്നത്. അതായത് പാർട്ടിക്ക് കൊടുക്കാനുള്ള എമൗണ്ട് TDS കുറച്ച ബാലൻസ് എമൗണ്ട് ആണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ പാർട്ടിയിൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ പാൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താണ് 20% ആണ് TDS പിടിച്ചിരിക്കുന്നത്. അപ്പൊ 60,000ന്റെ 20% എന്ന് പറഞ്ഞാൽ എന്താണ് 12,000 ആണ്. അപ്പൊ 60,000ന്റെ 12,000 TDS പിടിച്ച് ബാക്കി എത്രയാണ് കൊടുക്കാനുള്ളത്, 48,000 ആണ് പാർട്ടിക്ക് കൊടുക്കാനുള്ള എമൗണ്ട് കൊണ്ട് കാണിക്കും. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ന്യൂ റെഫറൻസിൽ വന്നു. അതുകൊണ്ടാണ് നമ്മൾ ബിൽ വൈസ് എസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാർട്ടി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ബിൽ വൈസ് എന്നുള്ള ഓപ്ഷൻ എസ് കൊടുക്കണം. ന്യൂ റെഫറൻസിൽ കൊടുത്തു. 60,000 ക്രെഡിറ്റ് ആയിട്ട് വന്നു. വീണ്ടും ന്യൂ റെഫറൻസിൽ വന്നു. ഇവിടെ നമുക്ക് ബിൽ നമ്പർ 2 കൊടുക്കാം. എൻ്റർ അടിച്ചു. അപ്പൊ ഇവിടെ 12,000 ഡെബിറ്റ്. ഇതിന്റെ രണ്ടിനെയും കൂടിയിട്ടുള്ള ഡിഫറൻസിന്റെ എമൗണ്ട് ആണ് 48,000 ആയിട്ട് ഇവിടെ കാണിക്കുക. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ ക്രെഡിറ്റ് എന്നുള്ളടത്ത് എന്താണ് കാണിക്കേണ്ടത്, TDS ഓൺ റെന്റ് ആണ് ഇവിടെ കാണിക്കേണ്ടത്. ഇവിടെ TDS ഓൺ റെന്റ് കാണിച്ചു. നെക്സ്റ്റ് നമ്മൾ ഇവിടെ TDS ഓൺ റെന്റ് ഇവിടെ കാണിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് 12,000 അവിടെ വന്നു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് നരേഷനും കൊടുത്ത് ഈ എൻട്രി സേവ് ചെയ്യാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് എടുത്ത് നോക്കാം. റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതിൽ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ നമുക്ക് TDS റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. TDS റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കും TDS ഔട്ട്സ്റ്റാൻഡിംഗ് എന്നിട്ട് ഇവിടെ കാണിക്കും. TDS ഔട്ട്സ്റ്റാൻഡിംഗ് എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിക്കും. റെന്റ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 12,000 ഉണ്ട്. കാരണം നമ്മൾ ഗവൺമെന്റിലേക്ക് ടോട്ടൽ പെൻഡിങ് ആയിട്ടാണ് കിടക്കുന്നത്. കാരണം നമ്മൾ ഗവൺമെന്റിലേക്ക് ടാക്സ് നമ്മൾ അടച്ചിട്ടില്ല. ഇനി നമുക്ക് അടുത്ത എൻട്രി നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ലെഡ്ജറുകൾ ഒന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ നമുക്ക് അക്കൗണ്ട്സ് ബുക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ABCയുടെ ലെഡ്ജർ എടുക്കാം. ABCയുടെ ലെഡ്ജർ എടുത്തു കഴിഞ്ഞാൽ 48,000 ABCക്ക് കൊടുക്കാനുണ്ട് എന്നുള്ളതിൽ കാണിച്ചു. അടുത്തത് നമുക്ക് റെന്റിന്റെ ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. റെന്റ് എടുത്തു കഴിഞ്ഞാൽ റെന്റിന്റെ 60,000, ടോട്ടൽ 60,000 ആണല്ലോ റെന്റിന് വന്നിരിക്കുന്നത്. അപ്പൊ ആ എമൗണ്ട് അവിടെ കാണിച്ചു. അടുത്തതായിട്ട് എന്താണ്, പാർട്ടിക്ക് പേയ്മെന്റ് കൊടുക്കണ്ടേ. അപ്പൊ നമുക്ക് എന്താണ് പേയ്മെന്റിലാണ് എൻട്രി ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം.
വൗച്ചർ എടുത്തു, അതിൽ പേയ്മെന്റ് ആണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പൊ പേയ്മെന്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ പേയ്മെന്റ് എടുത്തു. ഒരു മാസം പിടിച്ചു വെച്ചിട്ടുള്ള TDS അടുത്ത മാസമാണ് ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടത്. ഏപ്രിലാണെന്നുണ്ടെങ്കിൽ അടുത്ത മെയ്യിലാണ് അടയ്ക്കേണ്ടത്. അപ്പൊ ഇവിടെ മെയ് 7-ാം തീയതിയുള്ളിലാണ് അടയ്ക്കേണ്ടത്. അപ്പൊ ഇവിടെ ഒരു 2-5 കൊടുത്തു, പേയ്മെന്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് സിംഗിൾ എൻട്രി മോഡിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡബിൾ എൻട്രി മോഡിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പൊ നമുക്ക് സിംഗിൾ എൻട്രി മോഡിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് സിംഗിൾ എൻട്രി സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ അക്കൗണ്ട് എന്നുള്ളത് നമുക്ക് ക്യാഷ് ബാങ്ക്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ബാങ്ക് കൊടുത്തു. അണ്ടർ ബാങ്ക് അക്കൗണ്ട്സിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ അണ്ടർ ബാങ്ക് അക്കൗണ്ട്സിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെയും ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ എൻ്റർ അടിച്ചു. ഇവിടെ പർട്ടിക്കുലേഴ്സിനാണെന്നുണ്ടെങ്കിൽ എന്താണ് കാണിക്കേണ്ടത്? പാർട്ടിയുടെ പേരാണ് ഇവിടെ കാണിക്കേണ്ടത്. ഇവിടെ ABC സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പൊ ABCക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ഇവിടെ അടിക്കാം. 48,000 ഇവിടെ നമുക്ക് അടിച്ചു കൊടുക്കാം. 48,000 അടിച്ചു. അഗെയിൻസ്റ്റ് റെഫറൻസിലേക്ക് വന്നു. ഇവിടെ നമുക്ക് 2 ബില്ലായിട്ടുള്ളതാണ്. ഒന്ന് 60,000 ഡെബിറ്റും ഒന്ന് 60,000 ക്രെഡിറ്റും 12,000 ഡെബിറ്റും. അങ്ങനെയാണ് 48,000. ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. നമുക്ക് ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു. നമുക്ക് ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുക്കാം. നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. ബാങ്കിന്റെ നമ്പർ, ഇൻസ്ട്രുമെന്റ് നമ്പർ, ഡേറ്റ് എല്ലാം കൊടുത്തതിന് ശേഷം ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇത് നമ്മൾ പാർട്ടിക്ക് നമ്മൾ പേയ്മെന്റ് കൊടുത്തു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? TDSന്റെ പേയ്മെന്റ് ആണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പൊ നമുക്ക് TDSന്റെ പേയ്മെന്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓട്ടോഫിൽ ചെയ്ത് വരികയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഓട്ടോഫിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഓട്ടോഫിൽ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് ചോദിക്കാം ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ. സ്റ്റാറ്റ്യൂട്ടറി പേയ്മെന്റ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടെടുത്തു. ടാക്സ് ടൈപ്പ് എന്താണ്? TDS ആണ് കൊടുക്കുന്നത്. നമ്മൾ എന്താണ് 1-4 മുതൽക്ക് 34 വരെ TDS ആണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മൾ എന്നാണ് കൊടുക്കുന്ന ഡേറ്റ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് 2-5 ഇവിടെ കൊടുക്കാം. നമുക്ക് 2-5 സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പൊ അതിന്റെ സെക്ഷൻ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. 194I വന്നു. നമ്മളിവിടെ എന്താണ് കൊടുക്കുന്നത്? റെന്റ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് റെന്റ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കൊടുത്തു. നമുക്ക് ഇവിടെ കമ്പനിയുടെ ഇവിടെ ഡിഡക്റ്റീവ് സ്റ്റാറ്റസിൽ എന്താണ്? കമ്പനിയാണോ നോൺ കമ്പനിയാണോ? അപ്പൊ ഇവിടെ നമുക്ക് കമ്പനിയിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമ്മൾ കമ്പനി എടുത്തു. നമുക്ക് ഇവിടെ റെസിഡന്റിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പൊ ഞാൻ ഇവിടെ എഡ്യൂക്കേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ ഇവിടെ 30-4 അടിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഏപ്രിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മാസത്തെയാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിവിടെ 1-5 അടിച്ചത് കേട്ടോ. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ക്യാഷ് ഓർ ബാങ്ക് എന്നുള്ളത് നമുക്ക് ബാങ്ക് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മളിവിടെ ജസ്റ്റ് നമുക്ക് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് കണ്ടപ്പോൾ TDS ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വന്നു. നമ്മളൊന്നും മാനുവലി നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. 12,000 അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വന്നു. ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് റിപ്പോർട്ട് നമുക്ക് എടുത്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ നമ്മൾക്ക് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ TDS റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമ്മൾക്ക് ഒന്ന് TDS ഔട്ട്സ്റ്റാൻഡിങ് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് TDS ഔട്ട്സ്റ്റാൻഡിങ്ങിന് നമുക്ക് ഇവിടെ ഒന്നും നമുക്ക് കാണുന്നില്ല. ഇനി നമുക്ക് TDSന്റെ ചലാൻ്റെ ഇത് കാണണമെന്ന് വിചാരിക്കാം. നമുക്ക് ഇവിടെ ചലാൻ റീകൺസിലിയേഷൻ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ എടുത്ത് നമുക്ക് ഇവിടെ കാണിക്കും. നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ TDS ഓൺ റെന്റ്, ഇവിടെ നമുക്ക് ബ്രാഞ്ച് നെയിം 12,000 എന്നുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണുന്നുണ്ട്. ഇനി ഇതിന്റെ പ്രിന്റ് ആണ് കാണേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോഴാണെങ്കിൽ ഇവിടെ ഡിസ്പ്ലേയിലെ ഇവിടെ ഡാബുക്ക് എടുത്തു. ഇവിടെ TDSന്റെ പേയ്മെന്റ് കൊടുത്തിട്ടുള്ള എൻട്രി ഇവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇതിന്റെ ജസ്റ്റ് നമുക്ക് പ്രിന്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രിന്റിന്റെ അവിടെ ക്ലിക്ക് ചെയ്തു. കറന്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ കോൺഫിഗർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. കോൺഫിഗർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻ കാണിക്കും. ഷോ പേയ്മെന്റ് മോഡ് ഓൺ ടോപ്പ് ഓഫ് വൗച്ചർ എന്നുള്ള ഓപ്ഷൻ യെസ് കൊടുക്കാം. അതേപോലെ ഇവിടെ പ്രിന്റ് ആസ് TDS ചലാൻ എന്നുള്ള ഓപ്ഷനും യെസ് കൊടുത്ത് ഇത് കൺട്രോൾ A അടിച്ചു. ഇവിടെ നമുക്ക് പ്രിവ്യൂ ഒന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. നമുക്ക് പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു TDSന്റെ നമുക്ക് പ്രിന്റിന്റെ പ്രിവ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് TDS ഓൺ റെന്റിന്റെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.